بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وبعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما ബഹുമാനിയായ സഹോദരികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ആഴ്ചയിലെ ദർസിന്റെ തുടർച്ചയാണ് ഇന്ന് പഠിക്കുവാനുള്ളത്. قال المصنف أبو جعفر الطحاوي رحمه الله قديم بلا ابتداء دائم بلا انتهاء لا يفنى ولا يبيد ولا يكون إلا ما يريد لا تبلغه الأوهام ولا تدركه الأفهام ولا يشبه الأنام حي لا يموت قيوم لا ينام. കഴിഞ്ഞ ദർസിൽ തൗഹീദിനെ സംബന്ധിച്ചായിരുന്നു വിശദീകരിക്കേണ്ടത്. അത് മുസന്നിഫ് ഗ്രന്ഥകാരൻ പറഞ്ഞതിലേറെ അല്പം വിശദീകരിച്ചായിരുന്നു നമ്മൾ പഠിക്കേണ്ടത്. അതിന് കാരണം നമ്മളുടെ നാട്ടിൽ ആ വിഷയങ്ങളിലൊക്കെ വന്നിട്ടുള്ള അപാകതകളും അബദ്ധധാരണകളും ഒക്കെ തിരുത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് മനസ്സിലാക്കുവാനും തിരുത്തുവാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. അള്ളാഹു ഹക്കായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദർസിൽ പറയുന്നത് അതിന്റെ തുടർച്ചയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പരിചയപ്പെടുത്തലാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. ഖദീമും ബിൽ ഇബ്തിദാ ദായിമും ബിൽ ഇൻതിഹാ. ഖദീമും ബിൽ ഇബ്തിദാ, തുടക്കമില്ലാത്ത ഖദീമാണ്. ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഖദീമ് എന്ന വാക്കാണ്. ഖദീമിന് ശരിക്കർത്ഥം പഴയത് എന്നാണല്ലോ നമ്മൾ പറയല്. എനിക്ക് രണ്ട് ഷൂ ഉണ്ട്, ഒന്ന് ഖദീമാണ് ഒന്ന് ജദീദ എന്ന് പറഞ്ഞാൽ ഒന്ന് പഴയതാണ്, അതായത് ഇപ്പൊ ഉപയോഗിക്കുന്ന ഷൂവിന്റെ മുമ്പ് വാങ്ങിയതാണ്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങി അത് ഉപയോഗിച്ച് പഴയതായതാണ്. അതാണ് ഖദീം എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഖദീം എന്ന് പറഞ്ഞെടുത്ത് തന്നെ പല പണ്ഡിതന്മാരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതല്ല ഖദീം എന്ന വിശേഷണം. ശരിക്കും അള്ളാഹുവിനെ നമ്മൾ എന്തേ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ? അള്ളാഹു വിശേഷിപ്പിച്ചത് എങ്ങനെയാണോ അത് പറയാം. അള്ളാഹുവിന്റെ 99 പേരുകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, ഖുർആനിലും അത് പറയാം. വേറെ ഒരുപാട് സിഫാത്തുകൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് സിഫത്തുകൾ പറയാം. അതല്ലാതെ നമ്മളുടെ നിരീക്ഷണത്തിൽ ശരിയായതും യോജിച്ചതുമായ കാര്യങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. അത് നിഷിദ്ധമാണോ കുഫറാണോ എന്നൊക്കെയുള്ളതിൽ ഒരുപാട് തർക്കങ്ങളുണ്ട്. കുഫറാവുന്നതുണ്ട്, നിഷിദ്ധാവുന്നതുണ്ട്, അനുവദനീയായതുമുണ്ട്. അതാണ് അതിന്റെ ശരിയായ വീക്ഷണം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അക്വാലുകൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ. ഉദാഹരണത്തിന് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പടച്ച തമ്പുരാനെ എന്ന് പറയാറില്ലേ? അത് തെറ്റാവും. അത് അസ്മാഹുസിനല്ലേ, അത് മലയാളത്തിൽ നമ്മൾ പറയുന്ന വാക്കല്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ? ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പടച്ച തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും വന്ന ഈ 99 നാമങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്തിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. റഹ്മാനെ, റഹീമെ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാതെ തമ്പുരാനെ കോനെ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഏതായിരുന്നാലും അങ്ങനെയുള്ള വാക്കുകളല്ല നമ്മൾ പറയേണ്ടത്. അതേപോലെ ചിലപ്പോൾ കാണാം കാരണം എല്ലാ സൃഷ്ടികളും ഭൂമിയിൽ ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവും. ആ കാരണം ഉണ്ടാവും, വേറൊരു കാരണം ഉണ്ടാവും. അങ്ങനെ അതിന്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു മൂല കാരണം ഉണ്ടാവും. അതാണ് ഇനി കാരണം ആവശ്യമില്ലാത്ത അവസാനം എത്തി നിൽക്കുന്ന കാരണം. അതാണ് അള്ളാഹു എന്നൊക്കെ നമ്മൾ ചിലപ്പോ ഈ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിനെ നിഷേധിക്കുന്നവർക്ക് ഒക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അടിസ്ഥാന കാരണം, മൂല കാരണം എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ഖുർആനിലും ഹദീസിലും വന്നതല്ലല്ലോ. അതൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളിൽ അത് ഹറാമും കുഫറൊന്നുമല്ല. പക്ഷേ അതോടൊപ്പം അങ്ങനെയുള്ള വിശേഷണങ്ങൾ നമ്മൾ പറയാതിരിക്കുകയാണ് നല്ലത്. നമുക്കിടയിൽ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോ അഖിലത്ത് തഹവ്വീദ് വിശദീകരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത് നിരീശ്വരവാദികൾക്കും അതേപോലെ ഇന്നലെ മുസ്ലിമായ ആൾക്കും പഠിപ്പിക്കുന്ന ക്ലാസ് അല്ലല്ലോ. മറിച്ച് ദീനപരമായി കുറച്ചൊക്കെ അറിവുള്ള ആളുകളാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത
മുസ്ലിങ്ങളല്ലാത്തവരുള്ള ഒരു സദസ്സിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ അഭിമുഖീകരിച്ചുകൊണ്ട് അവർക്ക് മാത്രം വേണ്ടി സംസാരിക്കുകയാണ് ദീനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്ത് പറയാം? പടച്ച തമ്പുരാൻ, ദൈവം എന്നൊക്കെ പറയാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദൈവമേ കാക്കണേ എന്നൊന്നൊരു മുസ്ലിം പറയാൻ പാടില്ല. ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മറിച്ച് എന്തേ പറയാൻ പാടുള്ളൂ? അള്ളാഹുവിന്റെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ, അള്ളാഹുവിന് നല്ല പേരുകളുണ്ട്, അത് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നേരെ കുറച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ മുസ്ലിം അല്ലാത്ത ഒരാളോട് പറയണം, അല്ലെങ്കിൽ മനസ്സിലാവാത്ത ഒരാളോട് സംസാരിക്കണം. അപ്പൊ ദൈവം കാണുന്നു പേടിക്കണട്ടോ എന്നൊക്കെ അയാളോട് പറയാം. ഇവിടെ കദീമും ബിലബ്തിദ എന്ന് ഇമാം തഹാവി പറഞ്ഞ വാക്കിൽ കദീമ് എന്നത് അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതല്ല, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലോ സിഫാത്തുകളിലോ പറഞ്ഞതല്ല, മറിച്ച് ഗ്രന്ഥകാരൻ പറഞ്ഞതാണ്. പക്ഷെ കദീമ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കാറുള്ളത് തെറ്റായ ഒരു അർത്ഥം ഉദ്ദേശിക്കാറുണ്ട്. കദീമ് എന്ന് പറഞ്ഞാൽ പഴയത് എന്നാണ്. അള്ളാഹു അങ്ങനെ പഴയതല്ലല്ലോ. പക്ഷെ ഇവിടെ ഗ്രന്ഥകാരൻ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ബിലബ്തിദ, തുടക്കമില്ലാത്ത പഴയത് എന്നാണ്. തുടക്കമില്ലാത്ത ആദ്യത്തവൻ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം യാ കദീം യാ അള്ളാഹ് പ്രാർത്ഥിക്കാൻ പാടില്ല, അത് തെറ്റാണ്. മറിച്ച് അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്ന ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പൊ കദീം എന്ന് പറഞ്ഞ വാക്കിൽ അങ്ങനെ ഒരു തെറ്റുണ്ട്. എന്നാൽ അതേ അർത്ഥം നൽകുന്ന വാക്ക് ഹദീസിലും ഖുർആനിലും ഉണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഹുവൽ അവ്വലു വൽ ആഖിറു, കണ്ടോ? ഹുവൽ അവ്വലു, അവനാണ് ആദ്യത്തവൻ, വൽ ആഖിറു അവസാനത്തതും. ഇവിടെ ആദ്യത്തേത് എന്ന് പറയുമ്പോൾ അള്ളാഹു ആദ്യം ഉണ്ടായിരുന്നല്ല, തുടക്കമില്ലാത്ത ആദ്യത്തേത് എന്നാണ്. കദീമുൻ ബിലബ്തിദ, തുടക്കമില്ല അള്ളാഹുവിന്. എല്ലാ സൃഷ്ടികളും തുടങ്ങുന്നതിന് മുമ്പേ അള്ളാഹു ഉണ്ട്. അള്ളാഹു സ്വയം ഉണ്ടായതാണോ? അല്ല, ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹ് ഉണ്ടായിട്ടില്ല. അപ്പോ ഉണ്ടാവലില്ലാത്ത, തുടക്കമില്ലാത്ത, എന്നെന്നുമുള്ളവൻ, അറ്റമില്ലാത്ത അതിനപ്പുറത്തേക്കുള്ളവൻ, അതാണ് ബിലൻതിഹ, അറ്റമില്ലാതെ. അള്ളാഹുവിന് തുടക്കമില്ല, അള്ളാഹുവിന് അവസാനമില്ല, അവരെപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടാകും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിച്ചിട്ടുള്ളത് അവ്വലിനാണ്. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർന്നാലോ നമസ്കരിച്ചാലോ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ദുആയിൽ പറയുന്നത് അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബഇ വറബ്ബിൽ അർശിൽ അളീം റബ്ബുനാ വറബ്ബു കുല്ലി ഷൈഇൻ മുൻസിലത് തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ ഫാലിഖിൽ ഹബ്ബി വൻ നവാ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതിഹി അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ وأنت الآخر فليس بعدك شيء أنت الظاهر ليس فوقك شيء وأنت الباطن ليس دونك شيء يكفي أن الدين واغننا من الفقر. നീയാണ് ആദ്യത്തേത്. അൻതൽ കദീം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കദീമിന് പകരം അതിലേറെ സൂട്ടബിൾ ആയ ശരിയായ അർത്ഥം നൽകുന്ന വാക്കാണ് അവൽ എന്നത്. അത് ഖുർആനിലും ഹദീസിലും വന്നതാണ്, അതാണ് പറയേണ്ടത്. അപ്പൊ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് പഴയതാവുന്ന അർത്ഥത്തിലല്ല, മറിച്ച് ബിലബ്തിദ, തുടക്കമില്ലാതെ അനാദിയിൽ തന്നെ ഉള്ളവൻ, കാലത്തിന്റെയും സമയത്തിന്റെയും ഒക്കെ അപ്പുറം തന്നെ അള്ളാഹുണ്ട്. ലാ യഫ്ന വലാ യബീദ്, അള്ളാഹു ലാ യഫ്ന, നശിക്കൂല, വലാ യബീദ്, ഇല്ലാതെയായി പോല, കാലപ്പഴക്കം ചെന്നിട്ട് അത് അപ്രത്യക്ഷമായി പോവാ. വലാ യകൂനു ഇല്ലാ മാ യുരീദ്. ഇനി മുതലുള്ള ദർസുകളിലൊക്കെ കാര്യമായി അള്ളാഹുവിനെ സംബന്ധിച്ചായിരിക്കുമല്ലോ പ്രതിപാദിക്കാൻ. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മളുടെ ഈമാനിന്റെ വർധനവിന് കൂടി കാരണമാകും. അതുകൊണ്ട് തന്നെ ശരിയായ രൂപത്തിൽ അത് മനസ്സിലാക്കുവാനും അതുകൊണ്ട് ഉള്ള സൽഫലങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടത് അള്ളാഹു പറഞ്ഞ രൂപത്തിലാണല്ലോ. ഇവിടെ പറഞ്ഞ വിശേഷങ്ങളുണ്ടോ? അള്ളാഹു തുടക്കമില്ലാത്തവനാണ്, ആദ്യമേ ഉള്ളവനാണ്, അറ്റമില്ലാതെ എന്നെന്നും നിലനിൽക്കുന്നവനാണ്, അവസാനമില്ല എന്ന് പറയുമ്പോ നമ്മള് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവാണ് നിലനിൽക്കുന്നവൻ. ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം ഇവിടുത്തെ കാഴ്ചക്കാരായി സന്ദർശകരായി വന്നതാണ്. നമുക്കെല്ലാവർക്കും ഈ പ്രപഞ്ചത്തിന്റെ ആയുസിനോട് തന്നെ തട്ടിച്ചു നോക്കിയാൽ നമുക്കൊക്കെ സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമേ ആയുസുള്ളൂ. ഈ ഭൂമിയോട് താരതമ്യം ചെയ്തു നോക്കിയാൽ മനുഷ്യന്മാരുടെ ആയുസ് എത്രയാണ്? വളരെ ചുരുക്കമാണ്. ഇവിടെയുള്ള ഏത് ശക്തിയും ഏത് രാജാവും ഏത് ഭരണാധികാരിയും അവനക്ക് നിർണിതമായ 4-5 വർഷമുള്ളത്. എത്ര വലിയ കിങ്കരനായിരുന്നാലും പോക്കിരിയായിരുന്നാലും ലോകം മുഴുവൻ അടച്ചു ഭരിച്ചാലും അങ്ങനെയുള്ള എത്ര രാജാക്കന്മാരും ഫറവോമാരും നമ്രൂദുമാരും ഒക്കെ കടന്നുപോയില്ലേ? അവരൊക്കെ തുടക്കമുണ്ടായിരുന്നു, അവരൊക്കെ അവസാനിച്ച് മണ്ണിൽ ലയിച്ചു പോയി. ഇവിടെ ബാക്കിയുള്ളതാരാണ്? അള്ളാഹുവാണ്. നമ്മളൊക്കെ നിസാരന്മാരാണ് എന്ന ബോധം ശരിക്ക് നമ്മളിത് പഠിക്കുമ്പോണ്ടാവും. അതുകൊണ്ട് തന്നെ ആ നിലനിൽക്കുന്ന റബ്ബിന് വേണ്ടി, ആ നിലനിൽക്കുന്ന റബ്ബിനെ നമ്മൾ ആരാധിക്കുക, അവരെ നമ്മൾ വാഴ്ത്തുക. ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോകുന്നവരാണ്. മരണപ്പെട്ടാൽ അറബികൾ പറയാറുണ്ട് അൽ ബക്കാഉലില്ല,
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു മാത്രമേ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് മരണപ്പെട്ടതിന് നമ്മൾ അമിതമായി ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, എല്ലാ ആളുകളെയും മരണം പിടികൂടുക തന്നെ ചെയ്യും. ആ നിർണിത അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല. അള്ളാഹു നശിക്കുകയോ തീരുകയോ ചെയ്യില്ല. വലായക്കൂനു ഇല്ലാ മാ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കാതെ വലായക്കൂനു സംഭവിക്കുകയില്ല. ഇല്ലാ മാ യുരീദു, അവൻ ആഗ്രഹിക്കാത്തത്, അവൻ ഉദ്ദേശിക്കാത്തത്, അവന്റെ ഇറാദത്തിൽ പെടാത്ത ഒന്നും ഇവിടെ ഉണ്ടാവില്ല, എവിടെയും സംഭവിക്കൂല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ മറ്റൊന്നും നടക്കൂല. അള്ളാഹു അക്ബർ. അതാണ് അള്ളാഹുവിന്റെ ഇറാദത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. മാഷാ അള്ളാഹു കാന വമാ ലം യശ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചുണ്ടാവും. മാഷാ അള്ളാഹു കാന, മാഷാ അള്ളാഹു കാന, അള്ളാഹു ഉദ്ദേശിച്ചത് ഉണ്ടാവും. വമാ ലം യശ, അള്ളാഹു ഉദ്ദേശിക്കാത്തതോ ലം യകുൻ, അത് ഉണ്ടാവില്ല. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും എന്റെ പ്രൊജക്റ്റിൽ ഉണ്ടാവില്ല. നമ്മളൊരു സുജൂദ് ചെയ്യുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ മശീയത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഒരാൾ മുസ്ലിം ആകണം, അള്ളാഹു ഉദ്ദേശിച്ചാലേ നടക്കുള്ളൂ. ഒരാൾക്ക് ഇബാദത്ത് ചെയ്യണം, അള്ളാഹു ഉദ്ദേശിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതെപ്പോഴാ നമ്മൾ പറയുന്നത്? ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോൾ നമ്മൾ മറുപടി പറയാൻ, ഞങ്ങൾ വരികയാണെന്നാ ശരിക്കും പറയേണ്ടത്. ഹയ്യ അലൽ സ്വലാഹ്, നിസ്കരിക്കാൻ വരൂ. അപ്പൊ പറയേണ്ടത് എന്താ? ഞങ്ങൾ വരികയാണ്. അതിന് മറുപടിയായിട്ട് നമ്മൾ പറയേണ്ടത് അറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ശക്തിയോ ഒരു കഴിവോ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള നീകലോ ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. അതായത് നിങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വിളിച്ചാലും എനിക്ക് അങ്ങോട്ട് വരണമെങ്കിൽ അതിന്റെ കഴിവ് ആര് നൽകണം? അള്ളാഹു നൽകേണ്ടതാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വയ്യാക നസ്തഈൻ, ആ ആരാധനയ്ക്ക് നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നാണ് അതിന്റെ ഒരു അർത്ഥം. അപ്പോൾ നമ്മൾ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയാൻ പോലുള്ള കഴിവ്, യോഗ്യത നമുക്കില്ല. മറിച്ച് എന്ത് വേണം? വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ആ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നമ്മൾക്ക് കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് തന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഇമാം തഹാവി തൊട്ട് മുമ്പുള്ള വരി പറഞ്ഞില്ലേ, നഖൂലു ഫീ തൗഹീദില്ലാഹ് ബിതൗഫീഖില്ലാഹ് എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ അഖീദയെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ പറയാന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ സംഭവിക്കുള്ളൂ, അതില്ലെങ്കിൽ നടക്കുകയില്ല. റസൂലുള്ളാഹി മാതൃകൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവെ എന്റെ കാര്യം ലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടിത്തുറക്കുന്ന സമയം പോലും അള്ളാഹുവെ എന്റെ കാര്യങ്ങളെ നീ എന്നെ തന്നെ ഏൽപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി മാതൃകൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതാണ്. അതാണ് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല, ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പോ വിശ്വാസിയുടെ വിശ്വാസവും കാഫിറിന്റെ അവിശ്വാസവും വിശ്വാസിയുടെ സൽക്കർമ്മങ്ങളും കാഫിറിന്റെ മഅസിയത്തും അള്ളാഹുവിന്റെ സാബിക്കായ മശീയത്തിനുള്ളതാണ്. അതിന്റെ ഉള്ളിൽ നിന്നോട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഒന്ന് അള്ളാഹുവിന്റെ മശീയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഷാ അല്ലാഹു കാന, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ, അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ മശീയത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി, നമ്മൾക്ക് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ മശീയത്ത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് അള്ളാഹുവിന്റെ കൗലിയായ ഇറാദ, ഖദരിയത്തുൻ കൗലിയ ഖൽഖിയ, അള്ളാഹുവിന്റെ സൃഷ്ടിപരമായ നിയമങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്തി പറയാം. അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയമത്തിന്റെ ഭാഗമായ അള്ളാഹുവിന്റെ ഇറാദത്തുകൾ. ഉദാഹരണത്തിന് ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജ കഅന്നമാ യസ്അദു ഫിസ് സമാ. അള്ളാഹു ആരെയെങ്കിലും ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അയാൾക്ക് മുസ്ലിം ആവാനൊരു വാസന ഉണ്ടാവും. ഇസ്ലാമിനെ പറ്റി കേട്ടാൽ അയാൾ മുസ്ലിം ആവും. അതല്ലെങ്കിൽ അയാൾ പഠിച്ച് അന്വേഷിച്ച് കണ്ടെത്തി മുസ്ലിം ആവുകയാണ്. വമൻ യുരിദ് അൻ യുദില്ലഹു, അള്ളാഹു ആരെങ്കിലും വഴികേടിലാക്കാനാണ് അവന്റെ മശിയത്തെങ്കിൽ യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജ, അവൻ പള്ളിക്കരയിൽ താമസിച്ചാലും അയാൾക്ക് അത് തോന്നൂല, അയാൾക്കത് മനസ്സിലാവില്ല. അയാൾക്ക് മുസ്ലിം ആവണം എന്നാരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അതിലേക്ക് ചിന്തിച്ചാൽ തന്നെ അയാളുടെ മനസ്സ് ദയ്യിഖൻ ഹറജ കഅന്നമാ യസ്അദു ഫിസ് സമാ, ആകാശത്തേക്ക് വലിച്ചുകൊണ്ടുപോകുന്നത് പോലെ അയാളുടെ മനസ്സ് ഇടുങ്ങി പോകുന്നതാണ്. ഇതൊക്കെ വലിയ ശാസ്ത്രീയ പ്രയോഗം കൂടിയാണ്. വാനത്തേക്ക് കയറി പോകുമ്പോൾ മനുഷ്യന് അവസാനം ശ്വാസം മുട്ടൽ അനുഭവപ്പെടും എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തില് അള്ളാഹുവാണ് രണ്ടും ഉദ്ദേശിച്ചത്. എന്ത്? മനസ്സ് വിശാലമാക്കാൻ, ഈമാനുള്ള ആളുകൾക്ക് മനസ്സ് വിശാലമാക്കി കൊടുക്കുന്നത് അള്ളാഹുവാണ്.
കുഫറിന് ആളുകളുടെ മനസ്സ് ഇടുക്കി കൊടുക്കുന്നതും അള്ളാഹുവാണ്. ഇത് അവന്റെ പ്രാപഞ്ചിക നിയമത്തിന്റെ ഭാഗമാണ്. ഈ ഭൂമി എങ്ങനെ ചലിക്കണം, സൂര്യൻ എത്ര കൊല്ലം ആയുസ്സുണ്ടാവണം, എങ്ങോട്ടാണ് കാറ്റ് ചലിക്കേണ്ടത്, എങ്ങോട്ടാണ് നദികൾ ഒഴുകേണ്ടത്, എവിടെ നിന്നാണ് പുറപ്പെടേണ്ടത്, എവിടെയാണ് അവസാനിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയമത്തിന്റെ ഭാഗമാണ്. ഇത് നമ്മളുടെ ഹിദായത്തിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് എത്ര സൂര്യന്മാര് വേണം, എത്ര ചന്ദ്രന്മാര് വേണം, എവിടെ മഴ പെയ്യണം, ഇതാരും തീരുമാനിച്ചതാ? അള്ളാഹു തീരുമാനിച്ചതാണ്. അതേപോലെ എത്ര വ്യക്തികൾ മുസ്ലിം ആവണം, ഒരാൾ ഏത് സമയത്ത് നിസ്കരിക്കണം, ഇതും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. പ്രവാചകന്മാര് പറഞ്ഞില്ലേ, സാലിഹ് നബി അലൈഹി സ്വലാം പറയാണ്, വലാ യൻഫഉകും നുസ്ഹി ഇൻ അറദ്തു അൻ അൻസഹ ലക്കും ഇൻ കാന അല്ലാഹു യുരീദു അൻ യുഗ്വിയക്കും. എന്റെ ഉപദേശം നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യൂല. ഞാൻ നിങ്ങളെത്ര ഉപദേശിച്ചാലും ഇൻ കാന അല്ലാഹു യുരീദു അൻ യുഗ്വിയക്കും, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകാതെ നിങ്ങളെ വഴിപിഴപ്പിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ എന്റെ ഉപദേശം കൊണ്ട് പിന്നെ എന്ത് കാര്യമാണ്? ഞാൻ നിങ്ങളെ ഒരുപാട് ഉപദേശിച്ചു, നിങ്ങളോട് മുസ്ലിമാവാൻ പറഞ്ഞു, പക്ഷേ കൗമ മുസ്ലിമാവുന്നില്ല. അപ്പൊ അദ്ദേഹം സ്വയം ആശ്വസിക്കുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് വിധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്ക് എത്ര വേദം ഓതിയിട്ട് എന്നാ പ്രവാചകൻ പറഞ്ഞു എന്നാണ്. അപ്പൊ ഇതാണ് പ്രാപഞ്ചിക നിയമം. അപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഹിദായത്ത് നൽകിയതും പ്രവാചകനാക്കിയതും അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയമത്തിന്റെ ഭാഗമാണ്. അതേപോലെ ഫറോവയെ കാഫിറാക്കിയതും നിഷേധിയാക്കിയതും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. വമാ തശാഊന ഇല്ലാ ഇൻഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹുവിന്റെ തീരുമാനം ഇല്ലാതെ ഒന്നും നടക്കൂല. അതിന്റെ ഭാഗം തന്നെയാണ് ആ സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം അള്ളാഹു നമ്മളോട് വിശ്വാസിയാവാൻ കൽപ്പിച്ചിട്ടുണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങൾക്ക് എളുപ്പമുണ്ടാകണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരണമെന്നും നിങ്ങൾക്ക് ഹിദായത്ത് നൽകണമെന്നുമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. വയതൂബ അലൈക്കും, നിങ്ങൾക്ക് തൗബ നൽകണമെന്നും നിങ്ങളുടെ തെറ്റുകൾക്ക് നിങ്ങൾക്ക് പശ്ചാത്താപം നൽകണമെന്നും നിങ്ങൾ തൗബ ചെയ്യണമെന്നും നിങ്ങൾക്ക് അങ്ങനെ പുറത്തു തരണമെന്നുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു അറിവുള്ളവരും കഴിവുള്ളവരുമാകുന്നു. ഇതാണ് അള്ളാഹുവിന്റെ ശർഈയായ തീരുമാനം എന്ന് പറയുന്നത്. ആ പ്രാപഞ്ചിക നിയമത്തിന്റെ ഭാഗമായാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല. അതോടൊപ്പം അള്ളാഹു നമ്മളോട് ഇസ്ലാമിക കാര്യങ്ങൾ കൽപ്പിച്ചു, അതനുസരിച്ച് നമ്മൾ ജീവിക്കൽ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ്. ആ കൽപ്പന അനുസരിക്കാതെ ധിക്കരിക്കുന്നുവെങ്കിൽ അതും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ്. അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ. കാന വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹുവാണ് യുക്തിമാൻ. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ കുദറത്തും അള്ളാഹുവിന്റെ യുക്തിയും അള്ളാഹുവിന്റെ അറിവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് അള്ളാഹുവിന്റേതാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, എന്ന് നമ്മൾ പറയുന്നു. അള്ളാഹു ആ കാര്യം പഠിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അള്ളാഹുവിന് അറിയില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഫിർഔൻ മുസ്ലിമാവോ കാഫിറാവോ അള്ളാഹുവിന് അറിയില്ലായിരുന്നു. മൂസാ നബി വന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു. എന്ത്? മൂസാ നബി പോയതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഫിർഔൻ കാഫിറാവും. ഫിർഔൻ കാഫിറായാൽ അത് ആര് കൊടുത്ത കഴിവുകൊണ്ടാണ്? അള്ളാഹു കൊടുത്ത കഴിവും അള്ളാഹു കൊടുത്ത ശക്തിയും കൊണ്ട് തന്നെയാണ് അവൻ കാഫിറാകുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും. അപ്പൊ അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. എന്നിട്ടും അള്ളാഹു മൂസാ നബിയോട് പറയാണ്, വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ അവന്റെ അടുക്കൽ പോയിട്ട് നല്ല രൂപത്തിൽ ഉപദേശിക്കുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അല്ലേ? ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവൻ ആലോചിക്കുകയും അള്ളാഹുവിനെ പേടിക്കുകയും ചെയ്തേക്കാം. അതാണ് അള്ളാഹുവിന്റെ ശർഈയായ തീരുമാനം. ശർഈയായ തീരുമാനം അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ആളുകൾക്ക് ചെയ്യാൻ പറ്റും. ആ കഴിവ് അള്ളാഹു കൊടുക്കുന്നത് തന്നെയാണ്. എന്നാൽ കൗനിയായ പ്രാപഞ്ചികമായ തീരുമാനം അള്ളാഹു പ്രാപഞ്ചിക സൃഷ്ടിപ്പിന് മാത്രമല്ല അതിന്റെ ഭാഗം തന്നെയായ നമ്മളുടെ ഒക്കെ ജീവിതത്തിലും ആ തീരുമാനങ്ങളുണ്ട്. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വലായക്കൂനു ഇല്ലാ മാ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ ഭൂമിയിൽ സംഭവിക്കുകയില്ല എന്ന കാര്യം. ഇതാണ് ഖദാ ഖദറിലുള്ള വിശ്വാസം മുഖേന നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട വിശ്വാസം. അതേ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും ആവർത്തിച്ചു വരും. ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ ഈ ദർസിലൂടെ അല്ലാതെയും നിങ്ങൾ പഠിക്കുന്നവരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുക, അത് മനസ്സിലാക്കി തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നിരീശ്വരവാദികളൊക്കെ തർക്കം ഉന്നയിക്കാറുള്ള വിഷയമാണ്. അവരോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ മറുപടി ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളെ വസ്വാസാക്കാൻ
അവർക്ക് സാധിച്ചേക്കാം. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഹിദായത്തും അതിനുള്ള തൗഫീഖും നൽകുമാറാവട്ടെ. അപ്പൊ വലാ യകൂനു ഇല്ലാ മാ യുരീദ്, അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് ഒരാൾ മുസ്ലിം ആയാലും കാഫിറായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുക. ലാ തബ്ലൂഹുൽ ഔഹാം വലാ തുദ്രിക്കുഹുൽ അഫ്ഹാം. ലാ തബ്ലൂഹു, അവനെ എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല, അൽ ഔഹാമു, സങ്കല്പങ്ങൾക്ക്, വലാ തുദ്രിക്കുഹു, അവനെ പിടികൂടുകയില്ല, അൽ അഫ്ഹാം, മനസ്സിലാക്കലുകൾക്ക്. അപ്പോ ഔഹാമിലൂടെ, സങ്കല്പങ്ങളിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റൂല. വലാ തുദ്രിക്കുഹു, അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റൂല, അൽ അഫ്ഹാമു, ഇൽമിലൂടെയും. രണ്ട് കോലത്തിലൂടെയും. ഒന്ന് സങ്കല്പിക്കുക, നമ്മളിങ്ങനെ പറയാം അള്ളാഹ് ഇപ്പൊ ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണ്, അതെങ്ങനെ, അപ്പൊ അതിന്റെ പിന്നിൽ എന്തായിരുന്നു, അത് അള്ളാഹു ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റൂല. അതിലൂടെ നമുക്കൊരു തെളിവിലൂടെ അവിടെ എത്താം. അതിനപ്പുറത്തേക്ക് അള്ളാഹു എങ്ങനെയാണ് ആ റബ്ബ് എന്ന് മനസ്സിലാക്കാൻ ഈ ശാസ്ത്രത്തിലൂടെ കഴിയില്ല. അപ്പൊ സങ്കല്പത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റൂല, അവിടെ എത്തിപ്പെടാൻ പറ്റൂല. വൽ അഫ്ഹാം, ഇനി ഇൽമിലൂടെയും, ശരിയായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയപരമായ ലബോറട്ടറിയിലുള്ള പരിശോധന, കൊറോണ ടെസ്റ്റ്, അങ്ങനെയുള്ള പലയാതി ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ നമുക്കറിയുന്നത്, അതിലൂടെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ചുകൊണ്ട് അള്ളാഹിനെ കണ്ടെത്താൻ പറ്റില്ല. കാരണം എന്താ, നമ്മളുടെ പരീക്ഷണങ്ങളൊക്കെ പദാർത്ഥ ലോകത്ത് സംഭവിക്കുന്നതാണ്. അള്ളാഹു പദാർത്ഥാതീതനാണ്, പദാർത്ഥങ്ങളുടെ അപ്പുറത്താണ്. അപ്പൊ നമുക്ക് ടെസ്റ്റ് നടത്താനോ പരിശോധിച്ചു നോക്കാനോ മണത്തു നോക്കാനോ സ്പർശിച്ചു നോക്കാനോ അതിലൂടെ ഒന്നും കഴിയില്ല. ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ലാ തുദ്രിക്കുൽ അഫ്ഹാം വലാ തബ്ലൂഹുൽ ഔഹാം. നമ്മൾക്ക് സങ്കല്പിച്ചുകൊണ്ടോ നമ്മൾക്ക് പഠിച്ചോ വായിച്ചോ അത് മനസ്സിലാക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്തിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റൂല. അതല്ലെങ്കിൽ അറിവിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് ചിന്തയിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ആസാറുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് പ്രപഞ്ചം ആര് പടച്ചതാണ്, ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം. ഭൂമി ആര് പടച്ചതായിരിക്കും, അത് ദൈവങ്ങളോ അത് വിഗ്രഹങ്ങളോ ഔലിയാക്കന്മാരോ പ്രവാചകന്മാരോ പടച്ചായിരിക്കൂല. കാരണം അവരൊക്കെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തവരാ. അപ്പൊ എല്ലാ കഴിവുമുള്ള മരിക്കാത്ത ഒരാളായിരിക്കണം ഭൂമി പടച്ച് പരിപാലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കാര്യമല്ല പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ആ റബ്ബ് എങ്ങനെയുള്ളവനായിരിക്കും എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു വഹിയിലൂടെ നൽകിയ ഇൽമിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അത് ഒരു പരിമിതമായ ഇൽമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നതാണ് ഇമാം ഉദ്ദേശിക്കുന്നത്. വലാ യുഷ്ബിഹുൽ അനാം, അള്ളാഹു സാദൃശ്യപ്പെടുകയില്ല അനാമ, സൃഷ്ടികളോട്. ഇതൊക്കെ മനുഷ്യന്മാരുടെ വാക്കാണ്. ഇപ്പൊ കദീമ് എന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞു, പണ്ഡിതന്മാർ പറയുകയുണ്ടായി കദീം ഉപയോഗിക്കുന്നത് ശരിയല്ല, അതിലേറെ നല്ലത് ഔവലാണ്. അതേപോലെ അനാമ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ എന്നാണ്. ശരിക്കും അനാമ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ എന്നും അർത്ഥമുണ്ട്, മനുഷ്യന്മാര് മാത്രം എന്നും അർത്ഥമുണ്ട്. വൽ അർള വദഅഹാ ലിൽ അനാം, ഭൂമി സൃഷ്ടികൾക്ക് വേണ്ടി പടച്ചു എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, മനുഷ്യന്മാർക്കെന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ വലാ യുസ്ബിഹുൽ അനാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഒരു സൃഷ്ടിയോടും അള്ളാഹു സാദൃശ്യപ്പെടൂല, ഒരു സൃഷ്ടിയും അള്ളാഹുവിനെ പോലെ ഉണ്ടാവില്ല. അപ്പോ വളരെ കൃത്യമായിട്ടുള്ളത് ശരിക്ക് ഖുർആനിലും ഹദീസിലും പറഞ്ഞ രൂപത്തിൽ തന്നെ പറയലാണ്. വലാ യുസ്ബിഹുൽ അനാം, മനുഷ്യന്മാരുടെ വാക്കുകളിലും പിന്നെ പ്രയോഗങ്ങളിലും ഒക്കെ എഴുത്തിലും ഒക്കെ എപ്പോഴും കുറച്ചിലുകൾ ഉണ്ടാവാം. അള്ളാഹുവിന്റെ കലാമിനും വാക്കുകൾക്കും മാത്രമാണ് പരിപൂർണതയുള്ളത്. ഹയ്യുൻ ലാ യമൂത്ത് ഖയ്യൂമുൻ ലാ യനാം. ഹയ്യുൻ, അള്ളാഹു ജീവിക്കുന്നവനാണ്, ലാ യമൂത്തു, അവൻ മരിക്കുകയില്ല. ഖയ്യൂമുൻ ലാ യനാം, ഖയ്യൂമുൻ, അവൻ നാഥനാണ്, എല്ലാത്തിന്റെയും നേതൃത്വം അള്ളാഹുവിന്റെ അടുക്കലാണ്. ലാ യനാമു, അവൻ ഉറങ്ങുകയില്ല. അല്ലാഹു അക്ബർ. ഇതിനെ സംബന്ധിച്ചാണ് ഹയ്യുൽ ഖയ്യൂം, ഹയ്യ് ഖയ്യൂമ് എന്നീ രണ്ട് സിഫത്തുകളെ സംബന്ധിച്ചാണ്, ആ രണ്ട് പേരുകളെ സംബന്ധിച്ചാണ് ഹയ്യുൻ ഖയ്യൂം. അത് രണ്ടും അള്ളാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിന്റെ ഉന്നതമായ പേരുകൾ. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്. ഈ രണ്ട് പേരുകൾ വിളിച്ചാൽ, ഈ രണ്ട് പേരുകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും എന്ന് പറയപ്പെട്ടിട്ടുള്ള പേരുകളിൽ പെട്ടതാണ് ഹയ്യുൽ ഖയ്യൂം എന്ന രണ്ട് പേരുകൾ. പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ ഒരു വിശദീകരണം അതാണ്. വേറൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് അള്ളാഹു എന്ന് പറയുന്നതന്നെയാണ് അള്ളാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന്. അപ്പൊ ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹു എന്നതാണ്, അതല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം ഉള്ളത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന രണ്ട് പേരുകളാണ്. അത്ര പ്രധാനപ്പെട്ടതാണ്. ഹയ്യുൻ, അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനാണ്, അള്ളാഹു ജീവൻ നൽകിയവയാണ് ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും. അള്ളാഹു ജീവൻ നൽകാത്ത ഒന്നുമില്ല. ജീവൻ നൽകിയതിൽ, ജീവനുള്ളതിൽ എല്ലാത്തിനും അള്ളാഹുവാണ് ജീവൻ നൽകുന്നത്. ലാ യമൂത്തു, അള്ളാഹുവിന് മരണമല്ല, അള്ളാഹുവിന്റെ ജീവന്റെ തുടക്കമല്ല, അതിന് അവസാനമല്ല. ഖയ്യൂമൻ, ഖയ്യൂം എന്ന് പറഞ്ഞാൽ അതാണ്, അള്ളാഹു എല്ലാത്തിനെയും പരിപാലിക്കുന്നവൻ കൂടിയാണ്. എല്ലാ നേതൃത്വവും അള്ളാഹുവിന്റെ അടുക്കലാണ്.
അള്ളാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു അവനാണ് എന്നെന്നും ജീവിക്കുന്നവൻ. അൽ ഖയ്യൂം ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൻ, ഇതിന്റെ നാഥൻ. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം അവന് ഉറക്കമോ മയക്കമോ അല്ല, അവനെ പിടികൂടൂല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലുള്ളത് അള്ളാഹുവിന്റേതാണ്. ആയത്തുൽ കുർസിയിൽ അതാണ് പറയുന്നത്. ആയത്തുൽ കുർസി ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താവാൻ കാരണം അള്ളാഹുവിനെ പറ്റി മാത്രമേ ആയത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിയാണ്. കാരണം അള്ളാഹിനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ അതിൽ പറഞ്ഞിട്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചാണ് അതിന്റെ പ്രതിപാദ്യ വിഷയം. ഏറ്റവും അഫ്ദലായ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദാൻ, അവിടെ അള്ളാഹിനെ സംബന്ധിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സൂറത്തെ ഏറ്റവും ശ്രേഷ്ഠമാകാൻ കാരണം അള്ളാഹിനെ സംബന്ധിച്ച് മാത്രം പറഞ്ഞുകൊണ്ടാണ്. ഒരായത്തെ ഏറ്റവും ശ്രേഷ്ഠമാകാൻ കാരണം അള്ളാഹുവിനെ മാത്രം പറഞ്ഞുകൊണ്ടാണ്. ഹയ്യുൽ ഖയ്യൂം അല്ലെങ്കിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ആ രണ്ട് വിശേഷണങ്ങളെ മാത്രം നമ്മളെ പഠിപ്പിക്കുകയല്ല, അതിലൂടെ നമ്മൾക്കുണ്ടായിരിക്കേണ്ട നേരത്തെ പറഞ്ഞ ഈമാനികമായ വശം. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൻ. ലോകം മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഒരു സൃഷ്ടിക്കും അതിന് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈമാനികപരമായി നമ്മളുടെ അടുക്കല് അള്ളാഹുവിന്റെ വിശേഷങ്ങൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർള അൻ തസൂല, ഈ ആകാശഗോളങ്ങളെയും ഭൂമിയെയും അത് പിടുത്തം വിട്ടു പോവാതിരിക്കാൻ അതിനെ പിടിച്ചു വെച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. വലയിൻ ജാലത്ത അതെങ്ങാനും അതിന്റെ നിയന്ത്രണം വിട്ട് പോയി കഴിഞ്ഞാൽ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി, അള്ളാഹുവിന് ശേഷം പിന്നെ ആരാണ് അതിനെ നോക്കാനുള്ളത്? ആരുമില്ല. ശാസ്ത്രജ്ഞന്മാരൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഒരു ഗ്രഹം അവിടുന്ന് ലക്ഷ്യം തെറ്റി വന്നിട്ടുണ്ട്, എന്നിട്ട് പിന്നെ അതിനെപ്പറ്റി വാർത്തയൊന്നും കേൾക്കൂല. എവിടെ പോയത്? അള്ളാഹുവാണ് ആ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ പറഞ്ഞത് മൻഫിൽ അർദിന് മാത്രമല്ല, ഭൂമിയിലുള്ള മനുഷ്യന്മാര് മാത്രമല്ല, ആകാശ ലോകത്ത് എത്രയോ ജീവജാലങ്ങളുണ്ട്, മലായിക്കത്തുകളുണ്ട്, ജിന്നുകളുണ്ട്. അതൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ, അവൻ എല്ലാ ദിവസവും ആ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. സൃഷ്ടികളുടെ കാര്യം പരിഹരിക്കുന്നതിൽ, ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നതിൽ. അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് വജഅലൂ ലില്ലാഹി ശുറകാഅ, അള്ളാഹുവാണ് മുഴുവൻ ജീവജാലങ്ങളും പ്രവർത്തിക്കുന്ന പ്രവൃത്തി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്തൊക്കെ ചെയ്തു, ഇന്ന വ്യക്തി ഇന്ന സമയത്ത് എന്ത് പ്രവർത്തിച്ചു, അള്ളാഹുവിന്റെ അടുക്കൽ അത് റെക്കോർഡിലുണ്ട്. ഇവിടെ ഭൂമിയിലുള്ള ദൈവങ്ങൾക്കുണ്ടോ? ഭൂമിയിൽ ജീവിക്കുകയും മരണപ്പെട്ടു പോവുകയും ചെയ്ത കോടാനുകോടി ദൈവങ്ങളെന്ന് പറയപ്പെട്ടിട്ടുള്ള കള്ളദൈവങ്ങളടുത്ത് ഇങ്ങനെ വല്ല സൂക്ഷിപ്പ് രേഖയുണ്ടോ? ഒന്നുമില്ല. പിന്നെ ആരടുത്താണുള്ളത്? അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാത്തിനും ജീവൻ നൽകുന്ന, എല്ലാത്തിനെയും മരിപ്പിക്കുന്നവനാണ് അവൻ മരിച്ചുപോലല്ലോ. അതുകൊണ്ട് ആ ഹയ്യുൽ ഖയ്യൂമായ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അവനെ മനസ്സിലാക്കുക, അവന്റെ കഴിവിനെ തിരിച്ചറിയുക, പ്രപഞ്ചത്തിലെ സൃഷ്ടികളിലേക്ക് കൈനീട്ടാതിരിക്കുക, അവരോട് ചോദിക്കാതിരിക്കുക. അതാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിലെ 3 ആയത്തുകളിലൂടെ ആ ഹയ്യുൽ ഖയ്യൂം എന്നത് പ്രത്യേകം വന്നിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്, സൂറത്ത് ആൽ ഇംറാനിൽ. അൽ ബഖറയിൽ നേരത്തെ ആയത്തുൽ കുർസിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ സൂറത്ത് താഹയിൽ വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യുൽ ഖയ്യൂം എന്ന് വന്നിട്ടുണ്ട്. ആ ഹയ്യുൽ ഖയ്യൂം എന്ന വിശേഷണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ്. അത് വിളിച്ച് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാം, അള്ളാഹു ഉറങ്ങൂല. ഖയ്യൂമുൻ ലാ യനാം, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ? അള്ളാഹുവാണ് എന്നൊക്കെ പ്രത്യേകം തന്നെ പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. സൂറത്ത് ഖാഫിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, വലഖദ് ഖലഖന സ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്, ഈ പ്രപഞ്ച ലോകത്തെ 6 ഘട്ടങ്ങളിലായി പടച്ചത് അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹുവിന് ഒരു തളർച്ച പോലും ബാധിച്ചില്ല. പഴയ നിയമം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളും യഹൂദന്മാരും കൊണ്ടു നടക്കുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് അള്ളാഹു 6 ദിവസം കൊണ്ട് ഭൂമിയെ ലോകമൊക്കെ പടച്ചു, എന്നിട്ട് കുഴങ്ങി 7ാമത്തെ ദിവസം ശനിയാഴ്ച കിടന്നുറങ്ങിയെന്നാണ്. ഞങ്ങളൊന്നുമില്ല. അതിനുള്ള മറുപടി അള്ളാഹു പറയാണ്, വമാ മസ്സനാമില്ലൂ, കിടന്നുറങ്ങാനുള്ള ക്ഷീണം പോയിട്ട് എനിക്കൊരു തളർച്ച പോലും ബാധിച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചത് എന്നാണ്. അങ്ങനെ കഴിവുള്ളവനാണ് ആ റബ്ബ്. ലാ യംബഗി ലഹു അൻ യനാം, അവൻ കണ്ണ് അടക്കൂല, അവന് തുറക്കം ബാധിക്കൂല. യഖ്ഫദുൽ ഖിസ്ത വയർഫഉഹു, അവൻ ആ നീതിയുടെ തുലാസ് താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് എന്തെപ്പോ കൊടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അവൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്.
ബാക്കിയുള്ള വചനങ്ങളിലൂടെയും അള്ളാഹുവിന്റെ ഉന്നതമായ നാമങ്ങളെ സംബന്ധിച്ചും വിശേഷണങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് ഷെയ്ഖ് അവറുകൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ അത് പഠിക്കുവാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.